മുഖം മുഖം കണ്ടോ? കരയല്ലേ ഉണ്ടോ? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഇലക്ഷൻ 2026 UDF തൂക്കി 102 സീറ്റ്, UDFന് LDFന് വെറും 35 സീറ്റ്. കഴിഞ്ഞ തവണ 99 സീറ്റ് മേടിച്ച LDFന്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 35 സീറ്റ്, NDA വരെ 3 സീറ്റ് തൂക്കി എന്നുള്ളതാണ്. ഈ 3 സീറ്റും പോയിരിക്കുന്നത് ആരുടെയാണ്? LDFന്റേത്. UDF കയറിയപ്പോ തന്നെ തമ്മിത്തല്ല് തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് CM ആവണം എന്ന് പറഞ്ഞിട്ട്. ഇതൊന്ന് കണ്ടു നോക്കിക്കേ. കേക്കിൽ ലഡു ഇരിപ്പുണ്ട്, അത് കട്ട് ചെയ്യാനൊക്കെ പോവാണ്. അന്നേരം നടുക്ക് നിൽക്കണം. അതിന്റെ ഉള്ള തിക്കും തിരക്കുമാണ് ഈ കാണുന്നത്. ഇവരുടെ ടീമിൽ നേതാക്കൾ മാത്രമല്ലേ ഉള്ളൂ, അണികളില്ലല്ലോ, മൊത്തം നേതാക്കളാ. ഇടയിൽ കൂടെ തള്ളി കയറുന്നുണ്ട്. ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കാം മാമനും കയറിപ്പോട്ടെ. ഇതാണ് UDFന്റെ പ്രശ്നം. ആര് CM ആവൂടെ? ഇനി അതിന് വേണ്ടിയിട്ടുള്ള കടിപിടിയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഇവര് ജയിച്ചതിന് ശേഷമുള്ള സ്നേഹപ്രകടനം ഒന്ന് കാണണം. പക്ഷെ സത്യത്തിൽ ആ സ്നേഹപ്രകടനം കണ്ടിട്ടത് സ്നേഹപ്രകടനമായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ. രമേശ് ചെന്നിത്തലയുടെ കഴുത്ത് പിടിച്ച് ഞെരുക്കുന്നു. ഇത് കെട്ടിപ്പിടുത്തമാണോ, അത് കഴുത്തിറുക്കി കൊല്ലലാണോ? എനിക്ക് CM ആവണം, ഇല്ല എനിക്ക് CM ആവണം, ഇതാണെന്ന് തോന്നുന്നു ചെവി പറയുന്നത്. ചെവി കടിച്ചു പറിക്കുന്ന എന്തുവാണ? ശശി തരൂരിനെയൊക്കെ വളരെ മയത്തിലുള്ള കെട്ടിപ്പിടുത്തമാണേ. KC വേണുഗോപാൽ ടൈറ്റ് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കെട്ടിപ്പിടുത്തോ? മനസ്സിലായോ? എടോ എന്റെ CM മറിയുന്നു. അപ്പം ആരെ CM ആക്കണം എന്നുള്ള ഒരു തർക്കത്തിലാണെന്ന് തോന്നുന്നു UDF. എന്തരായി തീരുമെന്തോ. ആൻഡ് ഈ വിജയത്തെ പറ്റി പറയുമ്പം ഒരാളുടെ പ്രഡിക്ഷനെ പറ്റി നമ്മൾ എടുത്ു പറയേണ്ടതാണ്. VD സതീശന്റെ പ്രഡിക്ഷൻ കൃത്യമായിട്ട് പുള്ളി പ്രഡിക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. 100+ ആണ് UDF 100+. UDF 100+ സീറ്റിന് ജയിക്കുമെന്ന് പറഞ്ഞു. 102 സീറ്റിന് ജയിച്ചു. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ഇതിനു മുമ്പ് നമ്മുടെ കേരള ഇലക്ഷനിൽ 100+ സീറ്റ് ഒരു പാർട്ടി കിട്ടിയിട്ടുള്ളത്. അത് 1977 UDF നിന്ന സമയത്ത് 111 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് 100 സീറ്റ് UDF കിട്ടുന്നത്. കഴിഞ്ഞ വട്ടം LDFന് 99 സീറ്റ് വരെ വന്നു, പക്ഷെ 100 അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല, വേറൊരെണ്ണം കൂടെ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കാണിക്കാം. 1 ഡസൻ മന്ത്രിമാരെങ്കിലും പരാജയപ്പെടും. 1 ഡസൻ, ചിലപ്പോൾ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ. ചിലപ്പോൾ 1 കൂടി, ചിലപ്പോൾ 1 കുറയും. 1 ഡസൻ 12 മന്ത്രിമാർ LDFന്റെ പരാജയപ്പെടും എന്ന് പറഞ്ഞു. തോറ്റ മന്ത്രിമാരുടെ ലിസ്റ്റാണ് 13 പേര്. പുള്ളി പറഞ്ഞ എന്താണ്? 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടും, ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടോ മാറും, അതല്ലാതെ ഒരു മാറ്റവും ഇല്ല. അണ്ണൻ ഈ പരിപാടി നിർത്തിയിട്ട് വല്ല കണിയാനൊക്കെ ആയിട്ട് പൊക്കൂടെ? നല്ല സ്കോപ്പാണ്, ഇതിനേക്കാളും സ്കോപ്പ് പരിപാടിയാണ്. എന്ത് കൃത്യം പ്രഡിക്ഷൻ. ഈ ഒരു UDFന്റെ വിജയം അല്ലെങ്കിൽ LDFന്റെ തോൽവി, അതിന്റെ റീസൺ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? UDFന്റെ കഴിവ് കൊണ്ടാണ് അവർ ജയിച്ചത്? ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വട്ടം LDF തോറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവുകേട് കൊണ്ടും പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയോടുള്ള വെറുപ്പും ആ ഒരു വിദ്വേഷവും ഈ പാർട്ടി അങ്ങ് പണ്ടാരം അടങ്ങി 5 കൊല്ലം കൂടെ ചുമക്കാൻ വയ്യ, ഈ വിഴുപ്പ് ചുമന്ന് നടക്കാൻ വയ്യ എന്ന് കേരള ജനത മടുത്ത് പണ്ടാരം അടങ്ങി നാഗണ്ട കഞ്ഞി എടുത്ത് കുത്തുപാടെടുത്ത് മാറിപ്പരണ്ടിട്ടാണ് UDFന് കൊണ്ടുപോയി കുത്തിയത്. അല്ലാതെ UDFന്റെ മെറിറ്റ് കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിസ്റ്റർ പിണറായി, ജനങ്ങൾ നിങ്ങളുടെ അടിമകളല്ല. നിങ്ങളാണ് നമ്മളെ സേവിക്കാൻ വേണ്ടി വന്നിട്ടുള്ള സേവകർ, അല്ലാതെ മന്ത്രിമാർ ഒരിക്കലും രാജാക്കന്മാരല്ല. ഇങ്ങേരുടെ ധാർഷ്ട്യം, അഹങ്കാരം, അതിന് കിട്ടിയ അടിയാണിത്. വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് ജനങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പറയും വീട്ടിൽ പോയി ഇരുന്നാൽ മതിയെന്ന്. അതാണ് ഇപ്പൊ നടന്നത്. വന്ന് ഇങ്ങേരിപ്പോ സ്വന്തം സഖാക്കളെടുത്ത് വരെ ഈ രീതിയിലാണ് പെരുമാറുന്നത്. ഇത്രയും നാള് ഞാൻ വിശ്വസിച്ചിരുന്നവന്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും സഖാക്കന്മാരാണ്, LDF മാറി കുത്തൂല, അവര് LDFന് തന്നെ കുത്തത്തോള്. പക്ഷെ ഈ വട്ടം അങ്ങനല്ല ഗൈസ്. LDFലെ സഖാക്കന്മാര് അറിഞ്ഞു പണിഞ്ഞിട്ടുണ്ട്, മാറ്റി കുത്തിയിട്ടുണ്ട്. കൂടുതൽ വോട്ടും പോയിരിക്കുന്നത് എനിക്കൊന്ന് BJPയുടെ അക്കൗണ്ടിലോട്ടാണെന്ന് തോന്നുന്നു. കാര്യം ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോ മിണ്ടാതെ പണിയാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ വോട്ട്.
അവസരം വന്നപ്പോൾ അവര് പറയുന്നത് കുത്തി. ഇനി നിങ്ങളുടെ കുത്തുവാക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ സഹാക്കന്മാരും കൂടെ അറിഞ്ഞു പണിഞ്ഞതാണ്. അല്ലാതെ ഇമാതിരി തോൽവി LDF-ന് വരില്ല. 2021 ഇലക്ഷനിൽ 99 സീറ്റ് LDF, 41 സീറ്റ് UDF, 0 സീറ്റായിരുന്നു NDAക്ക് ഉണ്ടായിരുന്നത്. 5 കൊല്ലം കഴിഞ്ഞ് 2026 ആയപ്പോഴത്തേക്ക് സിനാരിയോ കംപ്ലീറ്റ് മാറി, നേരെ ഉൾട്ടയായി. ഇവരുടെ ഒരു 35 ടീംസ് ജയിച്ചിട്ടുണ്ടല്ലോ, ഇവരുടെയൊക്കെ വിന്നിംഗ് മാർജിൻ എടുത്ത് നോക്കണം, വളരെ ചെറിയ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പത്തെയൊക്കെ വിജയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 to 50,000 ആവറേജിൽ വോട്ട് പെർസെന്റേജിൽ വോട്ട് മാർജിനിൽ വിജയിച്ചിട്ടുള്ള ടീംസ് ഈ വട്ടം 8,000, 10,000, മിക്കവാറും ടീംസ് അണ്ടർ 10,000 വോട്ട് മാർജിനിലൊക്കെയാണ് വിജയിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കണം, LDF എന്ന് പറയുന്ന പാർട്ടി ആണെങ്കിൽ അതിനകത്ത് നല്ല ആളുകളുണ്ട്, ഇതുപോലുള്ള ചൊറിയന്മാരും ഉണ്ട്. നല്ല ആളുകൾക്ക് വരെ ഇജാതി പണിയാണ് കിട്ടിയത്. എന്തിനു പറയുന്നു, LDF-ന്റെ കുത്തകയായിട്ടുള്ള ധർമ്മടത്ത് പിണറായിയുടെ സ്വന്തം മണ്ഡലത്തിൽ അങ്ങേര് വരെ വിറച്ച് അബ്ദുൾ റഷീദിന്റെ മുന്നിൽ ആദ്യത്തെ 6 റൗണ്ടിൽ ഇങ്ങനെ പരിസരത്ത് പോലും ഇല്ല, പുറകിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ തുടക്കം മുതൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു ധർമ്മടം പിടിക്കും, ധർമ്മടം ജയിക്കും. പക്ഷേ അത് ഏറ്റുപറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ പ്രചരണ രംഗത്ത് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒറ്റയ്ക്ക് പ്രചരണം നയിക്കേണ്ടി വന്നു ഇവിടുത്തെ നേതാക്കന്മാരും പ്രവർത്തകർക്കും. 5 റൗണ്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 1,00,000-ഓളം അല്ലെങ്കിൽ 20,000-ഓളം ലീഡ് കിട്ടേണ്ടിടത്താണ് ഇപ്പോഴും 5 റൗണ്ടിൽ 1 റൗണ്ടിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ലീഡ് കിട്ടാതെ പോകുന്നത്. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് UDF-ലെ നേതാക്കന്മാർ അവിടെ പോയിരുന്നെങ്കിൽ പിണറായി ഇപ്പൊ കട്ടപ്പുറത്തിരുന്നേനെ, വീട്ടിൽ കൊച്ചുമക്കളെ കളിപ്പിച്ചിരിക്കേണ്ട അവസ്ഥ വന്നേനെ. ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കോൺഗ്രസിന്റെ നേതാക്കളെ ഇയാൾ ക്ഷണിച്ചു, ഒരാൾ പോലും ചെന്നില്ല. ഒരു സപ്പോർട്ടും ഇല്ലാതെ മുഖ്യമന്ത്രി ഈ രീതിയിൽ വിറപ്പിച്ച് പേടിപ്പിച്ച് നിർത്താമെങ്കിൽ കുറച്ചും കൂടെ സപ്പോർട്ട് ഇദ്ദേഹത്തിന് കൊടുത്ത് അവിടെ നല്ല രീതിയിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ UDF ഉണ്ടാക്കിയിരുന്നെങ്കിൽ പിണറായിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പറയാണ് UDF-ന് വേണ്ടി UDF-ന്റെ പ്രവർത്തകർ ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായി പിണറായി വിജയന്റെ പരാജയമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, 3 പഞ്ചായത്തുകൾ UDF ചരിത്രത്തിൽ ഒരിക്കലും, പഞ്ചായത്ത് തുടങ്ങിയതിൽ പിന്നെ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത പഞ്ചായത്താണ് ചെമ്മിലോട്. എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ കൂടെ ശക്തമായി നിന്ന പഞ്ചായത്താണ് അഞ്ചരക്കണ്ടി. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്താണ്, നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിലാണ്. വേങ്ങാട് പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ ലീഡ് നേടിയിട്ടില്ല. എന്തിനാണ് പിണറായി വിജയൻ കേരളത്തിനകത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്ന് പിണറായി വിജയൻ ലോകത്തോട് തുറന്നു പറയണം. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ അദ്ദേഹം പറയിൽ പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബൂത്തിന്റെ വീടിരിക്കുന്ന പരിശോധിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ പോലും ജനങ്ങളെ വിശ്വാസം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പരാജയവും അത് ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം മാറി നിൽക്കണം. ഇത്രയും വെറുത്ത് ജനങ്ങൾ, സ്വന്തം നാട്ടുകാർ വരെ നിങ്ങളെ വെറുത്ത്, ഇത്രയും വെറുപ്പിച്ച ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടോ സംശയം. ഫൈനൽ റിസൾട്ട് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് 19,247 വോട്ടിന് വിജയിച്ചിട്ടൊക്കെ ഉണ്ട്. 2021 50,000+ വോട്ടിന് വിജയിച്ചെടുത്തെന്നാണ് അവിടുന്ന് 30,000 വോട്ട് കുറഞ്ഞ് 19,000 വോട്ടിന് വിജയിച്ചത്. 30,000 ആളുകൾ തിരിഞ്ഞു കുത്തിയെന്ന് ആലോചിച്ച് നോക്ക്. മുഖ്യമന്ത്രി, കേരളത്തിന്റെ 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണിത്. ഇത് നിങ്ങളുടെ പരാജയമാണ്. ഇത് ജയം എന്ന് പറയാൻ പറ്റത്തില്ല, നാണം കെട്ട വിജയം എന്ന് പറയാൻ അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനെ നാണം കെട്ട വിജയം, നാറിയ വിജയം. കുറച്ചും കൂടെ നാഞ്ഞു പിടിച്ചായിരുന്നെങ്കിൽ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ അവസ്ഥ വന്നേനെ നമ്മുടെ മുഖ്യമന്ത്രിക്ക്. LDF-ന്റെ തോറ്റ മന്ത്രിമാരുടെ പേര് ഞാനൊന്ന് വായിക്കാം. ആറന്മുള വീണ ജോർജ്, R ബിന്ദു, MP രാജേഷ്, റോഷി അഗസ്റ്റിൻ, P രാജീവ്, ഗണേഷ് കുമാർ, ചിഞ്ചുറാണി, K ശശിധരൻ, വാസവൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, അബ്ദുറഹ്മാൻ, OR കേളു, V ശിവൻകുട്ടി. ഇത്രയും മന്ത്രിമാർ തോറ്റിട്ടുണ്ട്. ഇതിനകത്ത് വീണ ജോർജ് ആൽവിൻ വർക്കിയുമായിട്ട് 18,985 വോട്ടിനാണ് തോറ്റത്. ഗണേഷ് കുമാർ, ഇന്നേ വരെ തോക്കാത്ത മനുഷ്യൻ ഗണേഷ് കുമാർ തോറ്റത് 8,310 വോട്ടിന്. വാസവൻ 19,000+ വോട്ടിന് തോറ്റു. MP രാജേഷ് 8,000 ചില്ലാനം വോട്ടിന് തോറ്റു. കടന്നപ്പള്ളി 18,000+ വോട്ടിനാണ് തോറ്റത്. ശിവൻകുട്ടി 4,978 വോട്ടിന്. ഇതാണ് അവസ്ഥ. ഇനി നമ്മുടെ ചക്കയും താമരയൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ കുറച്ച് സെലിബ്രിറ്റീസ് നിന്നിട്ടുണ്ടായിരുന്നു. അവരുടെ തോൽവിയുടെ ആഘാതം നമുക്കൊന്ന് നോക്കാം. അഖിൽ മാരാർ തൃക്കാക്കരയിൽ ഉമാ തോമസ് ആണ് ജയിച്ചത്. അഖിൽ മാരാർ നേടിയ വോട്ട്, മൊത്തം നേടിയ വോട്ട് 21,424 വോട്ട് അഖിൽ മാരാർ നേടിയിട്ടുണ്ട്. 61,000 വോട്ടിനാണ് തോറ്റിട്ടുള്ളത്. അതുപോലെ തന്നെ അഞ്ജലി P, നമ്മുടെ അഞ്ജലി നായർ തൃപ്പൂണിത്തറയിൽ 29,471 വോട്ട് അവർ നമ്മുടെ നേടി. വലിയ കാര്യം. അഖിൽ മാരാറേക്കാളും വോട്ട് തൃപ്പൂണിത്തറയിൽ അഞ്ജലി നേടിയെന്നുള്ളതാണ്. അടുത്ത ചേച്ചി ആതിര നായർ 12,975 വോട്ട്. 12,000 വോട്ടൊക്കെ മേടിച്ചു കേട്ടോ, അത്ര കിട്ടി. അടുത്തത് നമ്മുടെ കുണ്ട്ര റോബിൻ 18,996 വോട്ട് കുണ്ട്ര റോബിന് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഇത്രയും വോട്ടിനാണ് 28,000 വോട്ടിനാണ് തോറ്റിട്ടുള്ളത്. വിജയം ഉറപ്പിച്ച് ചെന്ന് ഈ 18,000 വോട്ടൊക്കെ കൂടുതലാണ് കേട്ടോ, അതൊക്കെ കൂടുതലാണേ. പിന്നെ NDAയുടെ ആകെ കൂടെ ജയിച്ച 3 നേതാക്കന്മാര് രാജീവ് ചന്ദ്രശേഖർ, മുരളീധരൻ, B ഗോപകുമാർ. ഇതാണ് അവസ്ഥ. 4,978 ശിവൻകുട്ടിയാണ് തോപ്പിച്ചത്, CPM-നെയാണ് തോപ്പിച്ചത്. നെക്സ്റ്റ് മുരളീധരൻ, ഇത് ടൈറ്റ് ആയിരുന്നു കേട്ടോ, 428 വോട്ടിന്. അത് തോപ്പിച്ച ആരെയാണ്? കടന്നപ്പള്ളി സുരേന്ദ്രനെ, CPM, എഗെയിൻ CPM. അടുത്തത് BB ഗോപകുമാർ. ഇത് അപ്രതീക്ഷിതമായിരുന്നു ഗൈസ്. സിലബസ് ഇല്ലാത്തൊരു അണ്ണം വന്നിട്ട് തൂക്കിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് 4,398 അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ, CPI. ഈ 3 LDFന്റെ സീറ്റാണ് പോയേക്കുന്നത്. നിങ്ങൾ ആ വോട്ടിന്റെ എണ്ണം കണ്ട, ലീഡിന്റെ ഒരിടത്ത് പോലും 5,000 പുറത്ത് ലീഡില്ല, വോട്ട് മാർജിൻ ഇല്ല. 2 4,000, 1 400. ഈ 3 തൊട്ട് താഴെ കിടക്കുന്ന കോൺഗ്രസിന്റെ അടുത്ത് നോക്കുവാണെങ്കിൽ നല്ല താഴെയാണ്. 9,000 വോട്ടിന് താഴെ, 16,000 വോട്ടിന് താഴെ, 27,000 വോട്ടിന് താഴെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ V ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഇവരൊക്കെ തോറ്റതിന്റെ മെയിൻ റീസൺ ഇവരുടെ പാർട്ടിക്കാർ കൊണ്ടുപോയി BJPക്ക് കുത്തി, അതാണ് കാര്യം. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കൊണ്ട് ചതിച്ചതെന്നാണെങ്കിൽ പറയാം. കോൺഗ്രസിന്റെ വോട്ടും കുറെ പോയിട്ടുണ്ടല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ്, BJP അക്കൗണ്ട് LDF ഇരട്ട പൂട്ടിട്ടാണ് പൂട്ടിയിരിക്കുന്നത്, ആ പൂട്ട് പൊട്ടിക്കാനാകില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൊരട്ട പൂട്ടും പൊട്ടിച്ചാണ് 3 നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അവന്മാര് തൂക്കിയത്. 3. കൈരളി ന്യൂസ് ഇട്ട പോസ്റ്റാ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വിടറേ. ഇതൊക്കെ 3 ദിവസം വിട്ടതാ. നമ്മുടെ സഖാവ് പിണറായി വിജയന്റെ പഴയ ഒരു ഇന്റർവ്യൂ, പഴയെന്ന് വെച്ചാൽ മാർച്ചിൽ കൊടുത്തൊരു ഇന്റർവ്യൂ ഒന്ന് കാണാവേ. അതിനകത്ത് പറയുന്നത് നിങ്ങളത് കേൾക്കണം. അപ്പോൾ മെയ് 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. 100 മേളിൽ പോകും. 100 നേരത്തെ ഉള്ളതിൽ കൂടുതൽ, അത് 100 മേലെ തന്നെ പോകും. 100 മേളിൽ സീറ്റ് കിട്ടുന്നു. എനിക്കൊന്ന് UDF-നെ കണക്കാൻ തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് എവിടുന്നോ ഒരു ക്ലൂ കിട്ടിയെന്ന് തോന്നുന്നു. നൈസായിട്ട് ഫേസ്ബുക്കിനകത്ത് മറ്റേ ബയോ ഇടുമല്ലോ മുഖ്യമന്ത്രി എന്നുള്ളത്, അത് കഴിഞ്ഞ വട്ടം ഒന്നും മാറിയിട്ടില്ല. ഈ വട്ടം രാത്രി റിസൾട്ട് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നൈസായിട്ട് അങ്ങ് തിരുത്തി. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ കാണാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നത് തന്നെയായിരുന്നു നേരത്തെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരള എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബയോ ഇപ്പൊ വേണ്ട പോളിറ്റ് ബ്യൂറോ മെമ്പർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മാത്രമായിട്ട് അങ്ങ് ചുരുക്കി. അറിയാം തോക്കുവന്ന് മനസ്സിലായി. എവിടാണ്? കണ്ടില്ലല്ലോ ഇതുവരെ. തോൽവിപ്പെട്ട് 2 വാക്ക് പറയുന്നത് പുറത്തോട്ട് വരാമായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടില്ല, എങ്ങും കണ്ടില്ല. അതുകൊണ്ടാണ് എവിടെ പോയി ഇരിക്കുകയാണ്. എനിക്ക് പക്ഷെ വിഷമം ഉണ്ടായത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗണേശണ്ണന്റെ കരച്ചില്. ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു. ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം തോറ്റെന്നറിഞ്ഞ അണ്ണൻ MLA ഓഫീസിന് പുറത്തോട്ട് വരുന്ന രംഗമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. മുഖം കണ്ടോ? അണ്ണനെ കരച്ചിലും വരുന്നു, പുല്ല് കരയാനും പറ്റുന്നില്ല. പെട്ടെന്ന് വണ്ടിയിലൊക്കെ കയറും. ഒന്നുകൂടെ കണ്ടോ? കൂളയാണെങ്കിലും നല്ലൊരു മന്ത്രിയായിരുന്നു, ഉള്ള കാര്യം പറയാലോ. ഗണേഷ് കുമാർ ഒരു കൂതറയാണെങ്കിലും പുള്ളിയുടെ പ്രവർത്തനമൊക്കെ എനിക്ക് വലിയ താല്പര്യമായിരുന്നു, ഉള്ള കാര്യം. ഞാനത് ഉള്ള പോലെ പറയും. എന്നാലും ആ ഒരു പോക്ക് വല്ലാത്ത ഒരു പോക്കായിപ്പോയി. ഇങ്ങനെങ്ങനെ തോറ്റെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പാവം വണ്ടിക്കകത്ത് കയറി പോവാ. ഇനി വീട്ടിൽ പോയി കിടന്ന് കരയാനായിരിക്കും പോകുന്നത്. ഗണേഷ് കുമാറിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് തോറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല. മാൻഡ്രേക്ക് എഫക്റ്റാ ഇത് മൊത്തം. ഈ റിസൾട്ട് 35 സീറ്റ് വന്നത് തന്നെ മാൻഡ്രേക്ക് എഫക്റ്റ്. 35 തന്നെ എങ്ങനെയോ കിട്ടിപ്പോയി. ആൻഡ് ഇന്നത്തെ മറ്റൊരു കോമഡി എന്തായിരുന്നു വെച്ചാൽ, നമ്മുടെ കേരള മീഡിയാസ് കോമഡി പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ പോലും ഇത്രയും ചിരിക്കത്തില്ല. അമ്മാതിരി കോമഡി ആയിരുന്നു ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ ന്യൂസ് ചാനൽസ്, പ്രത്യേകിച്ച് 24 ആൻഡ് റിപ്പോർട്ടർ. ബിഗ് TV കൂടെ പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എത്തുന്നില്ല. 24 ഒരു കോമഡി കാണിക്കാം. അയ്യോ അൺഡിമാജിനബിൾ അൺഅക്സെപ്റ്റബിൾ. ഒരു നിവൃത്തിയില്ല. ധർമ്മടത്തെ പിന്നിൽ തോടാ രഹി. അയ്യോ ഒരു നിവർത്തിയില്ല. വയ്യ ധർമ്മടത്തെ ബഡി മുഷ്കില്, ബഡി മുസ്കുറാത്തെ. ആകെ പ്രശ്നം. ദിമാഗ് ഖറാബ് ഹൈ, ദിമാഗ് ഖറാബ്. ഇത് ന്യൂസ് ചാനലാണോ അതോ കോമഡി പ്രോഗ്രാം ആണോ? ഒരു നിമിഷം ആലോചിച്ചു പോയി. ഇതൊന്നും വല്ല ജ്യോതി കോമഡി ആയിരുന്നു. ചറപറ കോമഡി, അടികൊമ്മാലെ എന്നൊക്കെ പറഞ്ഞ് എന്തുവായിരുന്നു ഇതിനകത്ത് കിടന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. റിപ്പോർട്ടർ ചാനൽ 24 തമ്മിൽ കടുത്ത മത്സരമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും
നല്ല എനിക്കൊന്ന് റിപ്പോർട്ടർ ചാനലായിരുന്നു കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നത്. തൊട്ട് താഴെ 1 ലക്ഷം വ്യൂവർഷിപ്പ് എന്തോ 24-ന് കുറവായിരുന്നു. അതുപോലെ തന്നെ ബിഗ് ടിവിയും കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ടിവിക്കകത്ത് സുജയ പാർവതി മാത്രം കിടന്ന് അലയ്ക്കുക, ബാക്കിയുള്ള 2 എണ്ണം ഞഞ്ഞാവിഞ്ഞ. അവർക്കൊന്നും ഒരു ഇതില്ലേ, പറഞ്ഞത് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, അത് കേൾക്കുമ്പോൾ തന്നെ അരോചകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതുപോലെ ഈ പറയുന്ന SKN അല്ലെങ്കിൽ ഹാഷ്മി, അരുൺകുമാറിനെ പോലുള്ള ഒപ്പോണന്റ് ഉണ്ടെങ്കിൽ സുജയ പാർവതി അടിച്ചു നിൽക്കും. കിടിലമാണ്, കണ്ടും കേട്ടിരിക്കുന്നവർക്ക് ഒരു രസമാണ്, ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം പോലെ ന്യൂസ് ചാനൽസ് ഇരുന്ന് കാണാം. പക്ഷെ സുജയ പാർവതിക്ക് അവിടെ ഒരു പ്രോപ്പർ ഒപ്പോണന്റ് ഇല്ല. അതാണ് പുള്ളിക്കാരുടെ ഏറ്റവും വലിയ ഫെയില്യൂർ. ആ ഒരു കൗണ്ടറൊക്കെ അങ്ങ് പോയി ബിഗ് ടിവിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക്, മറന്നെന്ന് തോന്നുന്നു. ഇതും പോരാഞ്ഞിട്ട് കുറെ AI പരിപാടിയുണ്ട്. മീഡിയ വൺ ഇറക്കിയ ഒരു ഐറ്റം കാണിച്ചു തരാം. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. കപ്പിത്താൻ ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ. സർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. കപ്പിത്താന്റെ അവസ്ഥ ഉണ്ട്. ഇത് മീഡിയ വണ്ണിന്റെ ഏഷ്യാനെറ്റിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFന്റെ ഡാൻസ്, VD സതീശൻ, രമേശ് ചെന്നിത്തല, വേണുഗോപാലിന്റെ ഡാൻസ്, മാരക ഡാൻസ് വെച്ചിട്ട് ഇതാദ്യ കോമഡികളായിരുന്നു. ഇന്ന് മൊത്തം പരിപാടിയായിരുന്നു. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ന്യൂസുകാർ കാണിച്ചു തന്നു, എങ്ങനെയൊക്കെ എന്റർടൈൻമെന്റ് ആക്കാം എന്ന് കാണിച്ചു തന്നു. കണ്ടില്ലേ, മാരക ഡാൻസ്. സംഭവം കിടിലായിട്ട് വരുന്നത് കേട്ടോ, ചിരിക്കാറുണ്ടായിരുന്നു. മൊത്തം കോമഡി പരിപാടി. കൈരളിക്കാർക്ക് ഒന്നും പറയാനില്ല. 2 ദിവസം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് കേൾപ്പിക്കാവേ. ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF ഒരു വലിയ വിജയമൊക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നിടത്തുനിന്ന് അതൊന്നുമല്ല യാഥാർത്ഥ്യം. 10 വർഷം കഴിഞ്ഞിട്ടും ഈ സർക്കാരിനെ ജനങ്ങൾ കൈയൊഴിയുന്നില്ല. ഭരണവിരുദ്ധ ഇല്ല ഭരണവിരുദ്ധ വികാരം ഇല്ല. ഭരണവിരുദ്ധ വികാരമല്ലേ ചവിട്ടിക്കൂട്ടി കണ്ടെത്തിക്കളയുന്ന അവസ്ഥയാണ്. ഇത് രണ്ടുമല്ല. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ കുറച്ച് സംഘർഷത്തിന്റെ ഒക്കെ ഷോർട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് സംതൃപ്തി അണയണമെന്ന് തോന്നുന്നു. BJP ആക്രമണം നയിക്കുന്നു, UDFന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ നെഗറ്റീവ് സാധനങ്ങൾ ഇട്ടിട്ട് അവര് സംതൃപ്തി അണയുകയാണ്. അതാണ് കൈരളിയുടെ അവസ്ഥ. സോ മൊത്തത്തിൽ ഇന്ന് ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആയിരുന്നു. തമിഴ്നാട്ടിൽ വിജയ് അണ്ണൻ, ഇവിടെ UDF, കിടിലം പരിപാടി. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്, വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ബൈ.